ഹലോ ഓൾ, PSC റണ്ണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന LDC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ബക്സാർ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. അപ്പോൾ ബക്സാർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. അപ്പോൾ ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. ബക്സാർ യുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിൽ കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിച്ച് ഭരണം ആരംഭിച്ചു. അപ്പോൾ ബക്സാർ യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ബംഗാളിൽ കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിച്ച് ഭരണം ആരംഭിച്ചത്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. ബക്സാർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിൽ കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിച്ച് ഭരണം ആരംഭിച്ചു. അടുത്ത ചോദ്യം. പിറ്റ്സ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1784. 1784 പിറ്റ്സ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. പിറ്റ്സ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1784. അടുത്ത ചോദ്യം. ചുവടെ നൽകിയ സ്വാതന്ത്ര്യ സമര പോരാളികളിലെ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. നാനാ സാഹിബ് ദൊണ്ടുബന്ത്, ഝാൻസി റാണി മന്ത്രാഭായ്, താന്ത്യ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ്. അപ്പോൾ നാനാ സാഹിബ് ദൊണ്ടുബന്ത്, ഝാൻസി റാണി മന്ത്രാഭായ്, താന്ത്യ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് ശരിയായിട്ടുള്ള ജോഡികൾ. അപ്പോൾ നാനാ സാഹിബ് ദൊണ്ടുബന്ത്, ഝാൻസി റാണി മന്ത്രാഭായ്, താന്ത്യ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ്. അടുത്ത ചോദ്യം. 1857 കലാപത്തിൽ ഡൽഹിയിൽ കലാപകാരികളെ കീഴടക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ജോൺ നിക്കോൾസൺ. ജോൺ നിക്കോൾസൺ ആണ് 1857 കലാപത്തിൽ ഡൽഹിയിലെ കലാപകാരികളെ കീഴടക്കിയത്. 1857 കലാപത്തിൽ ഡൽഹിയിൽ കലാപകാരികളെ കീഴടക്കിയത് ജോൺ നിക്കോൾസൺ ആണ്. അപ്പോൾ ജോൺ നിക്കോൾസൺ ആണ് 1857 കലാപത്തിൽ ഡൽഹിയിൽ കലാപകാരികളെ കീഴടക്കിയത്. ബ്രിട്ടീഷ് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 ഡി, 2 ബി, 3 എ, 4 സി. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. അപ്പോൾ വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ടത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് കോൺവാലിസ് പ്രഭു ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ടത് വില്യം ജോൺസ് ആണ്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. അടുത്ത ചോദ്യം. 1857 കലാപാനന്തരം ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത് എവിടേക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റംഗൂൺ. 1857 കലാപാനന്തരം ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത് റംഗൂണിലേക്കാണ്. റംഗൂണിലേക്കാണ് 1857 കലാപത്തിനു ശേഷം ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയത്. അടുത്ത ചോദ്യം. വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്നതല്ല. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് ക്ലൈവ് ആരംഭിച്ച് ഭരണം നിർത്തലാക്കുകയും കൂടുതൽ കാര്യക്ഷമവും ശാസ്ത്രീയമായ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് റോബർട്ട് ക്ലൈവ് ആരംഭിച്ച് ഭരണം നിർത്തലാക്കുകയും കൂടുതൽ കാര്യക്ഷമവും ശാസ്ത്രീയമായ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം മറാത്തി യുദ്ധവും നടന്നത് ഹേസ്റ്റിംഗിൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്തായിരുന്നു രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം മറാത്തി യുദ്ധവും നടന്നത്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം മറാത്തി യുദ്ധവും നടന്നത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്തായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയ ഗവർണർ ജനറലാണ് ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വിധേയനാക്കിയ ഗവർണർ ജനറലാണ് ഹേസ്റ്റിങ്സ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ ആയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറലായിരുന്നത്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. റോബർട്ട് ക്ലൈവ് ആരംഭിച്ച് ദ്വിഭരണം നിർത്തലാക്കുകയും കൂടുതൽ കാര്യക്ഷമവും ശാസ്ത്രീയമായ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം മറാത്തി യുദ്ധവും നടന്നത് ഹേസ്റ്റിങ്സിൻ്റെ കാലത്തായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയ ഗവർണർ ജനറലാണ് ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറലായത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധത്തിൻ്റെ ഫലമായി സിറാജുദ്ദൗള വധിക്കപ്പെട്ടു. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള വധിക്കപ്പെട്ടു. സിറാജുദ്ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചത്. സിറാജുദ്ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചത്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധത്തിൻ്റെ ഫലമായി സിറാജുദ്ദൗള വധിക്കപ്പെട്ടു. സിറാജുദ്ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, 1857 കലാപത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിതഫലമാണ് കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജെയിംസ് ഔട്ട്രം. 1857 കലാപത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിതഫലമാണ് കലാപം എന്ന് പറഞ്ഞത് ജെയിംസ് ഔട്ട്രമാണ്. അപ്പോൾ ജെയിംസ് ഔട്ട്രമാണ് 1857 കലാപത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിതഫലമാണ് കലാപം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, വിദേശ അധിനിവേശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 4. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തലായിരുന്നു 1498 കാപ്പാട് വന്നിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയുടെ ലക്ഷ്യം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തലായിരുന്നു 1498 കാപ്പാട് വന്നിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ്. പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തലായിരുന്നു 1498 കാപ്പാട് വന്നിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയുടെ ലക്ഷ്യം. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തലായിരുന്നു 1498 കാപ്പാട് വന്നിറങ്ങിയ പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡ ഗാമയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. അപ്പോൾ റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, ഗവർണർ ജനറൽമാരും അവരുടെ കാലത്ത് നടന്ന സംഭവങ്ങളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. കോൺവാലിസ് പ്രഭു മൂന്നാം മൈസൂർ യുദ്ധം. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ്. അപ്പോൾ കോൺവാലിസ് പ്രഭുവിൻ്റെ കാലത്താണ് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഹാർഡിഞ്ച് ഒന്നിൻ്റെ കാലത്താണ് ഒന്നാം സിഖ് യുദ്ധം നടന്നത്. ഒന്നാം സിഖ് യുദ്ധം നടന്നത് ഹാർഡിഞ്ചിൻ്റെ സമയത്താണ്. കോൺവാലിസ് പ്രഭുവിൻ്റെ സമയത്താണ് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഹാർഡിഞ്ച് ഒന്നാമൻ്റെ സമയത്താണ് ഒന്നാം സിഖ് യുദ്ധം നടന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.